ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോളാർ സെൽസ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം. ഇത് 3 പാക്കറ്റ് സോളാർ പാനൽസ് ഞാൻ വാങ്ങി. ഓരോ പാക്കറ്റിനകത്ത് 10 സെൽസ് വെച്ചുണ്ട്. ഇപ്പോൾ സെല്ലിൻ്റെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞൊരു ഇന്നലെ ഇട്ടിരുന്നു. ദയവായി ആ വീഡിയോ കാണുക. ഈ സോളാർ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 1, 2, 3, 4 ലൈൻ പോലുള്ള ഭാഗം കാണാം. ഈ 4 ലൈൻ പോലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരു വയറ് വെച്ച് സോൾഡർ ചെയ്തെടുക്കണം. ഈ സോളാർ പാനലിൻ്റെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന, അതായത് ഈ ഒരു ബ്ലൂ കളർ ഫേസിൽ കാണുന്ന ഈ 4 ലൈൻസും ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽസ് ആണ്. ഈ നെഗറ്റീവ് ടെർമിനൽസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ലീഡ് വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു സോളാർ പാനൽ സെല്ലിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോസിറ്റീവ് ടെർമിനൽസ് ഇതുപോലെ തന്നെയുണ്ട്. അത് വേറെ ലീഡ് വയേഴ്സ് കൊണ്ട് വെച്ച് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 ഈ ലൈൻ പോലുള്ള ഈ ലൈൻസും സോൾഡർ ചെയ്യാൻ വേണ്ടി 4 ലീഡ് വയർ ഞാൻ കട്ട് ചെയ്യാണ്. പിന്നെ ബാക്ക് സൈഡിൽ സോൾഡർ ചെയ്യാൻ വേണ്ടി 4 അഡീഷണൽ, 8 ലീഡ് വയേഴ്സ് ഞാൻ കട്ട് ചെയ്തിപ്പോൾ വയ്ക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു പോസിറ്റീവ് ലീഡ് വയറും ഒരു നെഗറ്റീവ് ലീഡ് വയറും നമുക്ക് സോൾഡർ ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫ്ലെക്സ് പെന്നാണ്. സോൾഡർ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തേക്കുന്നതാണ്. ഇപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോൾഡറിങ് അയൺ സാധാരണ ഒരു സോൾഡറിങ് അയൺ തന്നെയാണ്. അതുപോലെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെഡും നോർമലി നമ്മുടെ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ കിട്ടുന്ന ലെഡ് തന്നെയാണ്. ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് സോൾഡർ ആവുന്നുണ്ട്. ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് ഒരു കവറിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെല്ലുകൾ ഒത്തിരി ചൂടാവില്ല. ഇത് വേഗം തന്നെ സോൾഡർ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്തുള്ള പോസിറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് ചേർത്ത് വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. ആദ്യം ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ലീഡ് വയർ അതിനകത്തേക്ക് വെച്ച് സോൾഡർ ചെയ്യാം. വീഡിയോ സ്പീഡ് 5x ഇട്ടേക്കാണ്. ഒരു 3-4 മിനിറ്റിനകത്ത് വീഡിയോ തീർക്കാൻ വേണ്ടിയാണ് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. ഇതുപോലെ സോളാർ സെൽസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കാം. കുട്ടികളുടെ സ്കൂളിലെ എക്സിബിഷനോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലത്തെ സോളാർ സെൽസ് വാങ്ങി നമുക്ക് പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. ഇനി ഈ പോസിറ്റീവ് നെഗറ്റീവ് ലീഡ്സ് നമുക്കൊന്ന് എത്ര വോൾട്ടേജ് വരണമെന്ന് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പോൾ ഏകദേശം 4-4.5 മിനിറ്റ് ആവാറായി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.